Dear students, welcome to Basic Science class. You just observe these organisms. ഈ ജീവികളെ എല്ലാവരും ഒന്ന് നിരീക്ഷിക്കുക. What this lizard is doing? What's happening here? Here, what's happening? എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? 3 തരം ജീവികൾ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലേ. അവരുടെ വായിൽ, മൗത്ത് പാർട്ടില് മറ്റൊരു ജീവി കൂടി ഇരിക്കുന്നുണ്ടല്ലേ. ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. യു ക്യാൻ ജസ്റ്റ് ഗസ് ദാറ്റ്. Okay. Now observe these organisms. What they are doing. Here our friends. Common bird now. What's this bird doing? ഈ പക്ഷി എന്താണ് ചെയ്യുന്നത്? ഇത് ഏത് പക്ഷിയാണ്? നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നും കാണുന്ന ഒരു കാഴ്ചയാണ് അല്ലേ. ഓക്കെ, സീ വാട്ട്സ് ഹാപ്പനിങ് ഹിയർ. ഇവിടെ ഇതെന്തൊക്കെയാണ് ഈ കാണുന്നത്? Is this bird common to us? നമ്മുടെ ചുറ്റും പൊതുവായിട്ട് അല്ലെങ്കിൽ കോമൺ ആയി സാധാരണയായിട്ട് കാണുന്ന ഒരു ജീവിയാണോ അത്? ആണോ? ചിലരെങ്കിലും കണ്ടു കാണും അല്ലേ. ഓക്കെ, അതിന്റെ ബീക്കിൽ, അതിന്റെ ചുണ്ടിൽ ഏതോ ഒരു ജീവിയുണ്ടല്ലേ. മനസ്സിലാവുന്നില്ലേ? യെസ്, സീ അവർ ഫ്രണ്ട് ഇൻ ദ ഈവനിങ്. വൈകുന്നേരമാകുമ്പോൾ നമ്മുടെ സുഹൃത്തായി മാറുന്ന ഒരു ജീവി. ആരാത്? Yeah, very common. Mosquito. കൊതുക്. Is sucking blood from, what is this? Our skin. No. നമ്മുടെ സ്കിന്നിൽ നിന്ന് നമ്മുടെ കൊതുക് സക്ക് ചെയ്തെടുക്കുന്നല്ലേ. അവന്റെ കൊമ്പ് കൊണ്ട് അവൻ അവിടെ കുത്തി അവന് ആവശ്യമുള്ള ബ്ലഡ് അവൻ എടുക്കുന്നുണ്ടല്ലേ. Is this healthy? Will cause any diseases? എന്തെങ്കിലും രോഗത്തിന് കാരണമാവുന്നുണ്ടോ ഇങ്ങനെ ഒരു അവസ്ഥ? You are right. ഡെങ്കി ഫീവർ. നോ. ഡെങ്കിപ്പനി എന്ന് പറയുന്ന മാരകമായ ഫീവറിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. But actually what's this mosquito doing? This mosquito is collecting its food. മോസ്കിറ്റോ അതിന്റെ ഫുഡ് കളക്ട് ചെയ്യുക നമ്മുടെ ബോഡിയിൽ നിന്ന് അല്ലെ. നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് സക്ക് ചെയ്ത് മോസ്കിറ്റോന്റെ ഭക്ഷണം എടുത്തുകൊണ്ടിരിക്കുവാണ്. ബട്ട് ദിസ് ഈസ് അൺഹെൽത്തി ടു അസ്. നമുക്ക് രോഗം വരുത്തുന്നതിന് ഏറ്റവും കാരണമായിട്ടുള്ള ഒരവസ്ഥയാണിത്. സോ അവോയ്ഡ് കണ്ടീഷൻസ് ഓഫ് സ്പ്രെഡിങ് ഓഫ് മോസ്കിറ്റോസ് ഓർ ഗ്രോത്ത് ഓഫ് മോസ്കിറ്റോസ്. മോസ്കിറ്റോസിന്റെ വളർച്ചകളൊക്കെ അല്ലെങ്കിൽ അത് മുട്ടയിടുന്ന ചെറിയ ചെറിയ വാട്ടർ ബോഡീസ് ഒക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലീൻ ആക്കി വെക്കണം. ആ വെള്ളം കെട്ടി നിൽക്കാതെ. ഡോണ്ട് അലൗ വാട്ടർ ടു സ്റ്റാഗ്നന്റ് ഇൻ അവർ സറൗണ്ടിങ്. സ്റ്റാഗ്നന്റ് വാട്ടർ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനെ നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. So, in all these slides, we can observe different types of organisms collecting their food in different ways. Okay. വിവിധ ജീവികള് അവയുടെ ആഹാരം സമ്പാദിക്കുന്ന ചിത്രങ്ങളാണ് ഇവയെല്ലാം.
ഇവിടെ ഒരു റൈറ്റപ്പ് കാണാം അല്ലെ. നമ്മൾ പാഴാക്കുന്നത് മറ്റൊരാൾക്ക് അർഹതപ്പെട്ട ഭക്ഷണമാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഫുഡ് വേസ്റ്റ് ചെയ്യാറുണ്ടോ? Do we waste food at any time? ചിലര് യെസ് പറയുന്നുണ്ട് അല്ലേ, ചിലര് ഓക്കെ. ചിലരുടെ കാര്യത്തില് ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന ഒരവസ്ഥയേ ഇല്ല. ബട്ട് among us, some of we are sometimes wasting food. നമ്മളിൽ ചിലര് ചില സമയത്തെങ്കിലും ഫുഡ് വേസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അത് മറ്റൊരാൾക്ക് അർഹതപ്പെട്ട ഭക്ഷണമാണ് എന്ന് നാം ഓർക്കുക. ഈ കാഴ്ച ഒന്ന് കണ്ടു നോക്കൂ. സിദീസ് നമ്മളെ പോലുള്ള കുട്ടികളാണല്ലേ, ഓഫ് സെയിം ഏജ്, നമ്മുടെ അതേ പ്രായത്തിലെ കുട്ടികളാ. ബട്ട് അവരുടെ ബോഡി നോക്കൂ. ആർ ദേ ഹെൽത്തി? അവര് ആരോഗ്യമുള്ളവരായിട്ടാണോ കാണപ്പെടുന്നത്? See some more pictures. According to recent statistics, every 5 seconds a child dies as a result of hunger. അടുത്ത കാലത്ത് നടന്ന ഒരു പഠനം അനുസരിച്ച് ഓരോ സെക്കൻഡിലും ഒരു കുട്ടി പട്ടിണി കാരണം മരിക്കുന്നു. അപ്പൊ ഈ ഹംഗ്രി മൂലം അല്ലെങ്കിൽ പോവർട്ടി മൂലം ഒരു കുട്ടി ഓരോ 5 സെക്കൻഡിലും മരിക്കുന്നുണ്ട് നമ്മുടെ ലോകത്ത്. ഒരു സങ്കടകരമായ ഒരു സാഹചര്യമാണ് അതല്ലേ. പോവർട്ടി മാറ്റാൻ പറ്റുമോ നമ്മുടെ ലോകത്തിൽ നിന്ന്? നമ്മൾ അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ. ഇങ്ങനെ ഒരു പരാതി നമ്മുടെ വീടുകളിൽ ഉണ്ടാവാറുണ്ടോ? Do we complain like this? Before you complain about the taste of your food, think of someone who has nothing to eat at all. സ്വാദില്ല എന്ന് പരാതി പറയുമ്പോൾ ഓർക്കുക, കഴിക്കാൻ ഒന്നും കിട്ടാത്ത ഒരുപാട് പേർ ലോകത്തുണ്ട്. നമുക്കറിയാം, നമ്മുടെ അമ്മ ഇപ്പൊ കിച്ചണിലായിരിക്കും അല്ലേ. അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും മുതിർന്നവരൊക്കെ ആരെങ്കിലും ഒക്കെ കിച്ചണിലുണ്ടാവും. ചിലപ്പോ നമ്മളും ചിലപ്പോ കിച്ചണിൽ കയറാറുണ്ട്. എന്തിനായിരിക്കും? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുക. എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി തരും. പക്ഷെ നമ്മുടെ വീട്ടില് സാധാരണ നമ്മളല്ല കേട്ടോ, നമ്മുടെ ഈ 6th കുട്ടികളുടെ വീട്ടിലായിരിക്കില്ല അല്ലെങ്കിൽ മറ്റ് ഡിവിഷനിലെ 6th കുട്ടികളായി സ്വാദില്ല എന്ന പരാതി ആരും പറയാറില്ല എന്ന് തോന്നുന്നു അല്ലേ? പറയാറുണ്ടോ ആരെങ്കിലും? ആരൊക്കെയോ ഹാൻഡ്സ് ഒക്കെ റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ മക്കളെ. കാരണം മറ്റൊന്നുമല്ല, ദിസ് ഈസ് ദ റീസൺ വൈ. സ്വാദില്ല എന്ന് പറഞ്ഞ് നമ്മള് മാറ്റിവെക്കുമ്പോ ഈ കുഞ്ഞുങ്ങളുടെ, നിങ്ങളുടെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാരും. നമ്മുടെ ഈ വേൾഡിൽ കാണുന്ന കാഴ്ചകൾ അതൊക്കെ. അപ്പൊ ഇങ്ങനെയും സംഭവങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പരാതികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് മാറ്റിവെക്കുക. വാട്ട് എവർ ഇറ്റ് മേ ബി. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്തായാലും നമ്മുടെ വീടിന്റെ സാഹചര്യത്തിൽ നിന്ന് അതിൻ്റെതായ രുചിക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും. എല്ലാവരും തന്നെ നല്ല രീതിയിൽ ഫുഡ് ഹെൽത്തി കണ്ടീഷൻസിൽ ഉണ്ടാക്കി ഹെൽത്തി ഫുഡായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. അല്ലാതെ എപ്പോഴും പാക്കറ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ന്യൂഡിൽസ്, പിന്നെ എന്തൊക്കെയാ കുർക്കുറിയോ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒഴിവാക്കുക മക്കളെ. സ്റ്റീംഡ് ആയിട്ടുള്ള ഫുഡുകൾ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ ഇഡ്ഡലി ഉണ്ട്, പുട്ടുണ്ട്, അപ്പം ഉണ്ട്, ചപ്പാത്തി ഉണ്ടാകും അല്ലേ. എണ്ണ പരമാവധി ഒഴിവാക്കി സ്റ്റീംഡ് അട ഉണ്ടാകും, കൊഴുക്കൊട്ട ഉണ്ടാകും. അങ്ങനെയുള്ള ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഫുഡിനെ കുറിച്ച് ടീച്ചർ പിന്നീട് വിശദമായിട്ടൊരു ക്ലാസ് തരാം കേട്ടോ. എന്തിനാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? See this. We need food to get energy for doing various activities. വിവിധ തരം പ്രവർത്തികൾ ചെയ്യാനുള്ള ഊർജം ലഭിക്കാൻ ഭക്ഷണം വേണം. നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഈ ഒരു ഊർജം ലഭിക്കാനാണ്. See, people are doing work now. ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നു.
അപ്പൊ ആ ഒരു ഊർജം ലഭിക്കാൻ, ആ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഫുഡ് കഴിക്കുന്നത്. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട സുപ്രധാനമായ വസ്തുത. ഇതൊക്കെ നിങ്ങളല്ലേ ഇത്? ടു ബോയ്സ് ആൻഡ് ടു ഗേൾസ് ഹിയർ നോ. 2 ആൺകുട്ടികളുണ്ട്, 2 പെൺകുട്ടികളുണ്ട്. We need foods to get nutrients for our growth. ഈ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വളരാൻ, ഗ്രോ ചെയ്യാൻ ഭക്ഷണം വേണം. വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകഘടകങ്ങൾ ലഭിക്കാൻ ഭക്ഷണം വേണം. അതിനു മുമ്പ് നമുക്ക് കണ്ടത് ജോലി ചെയ്യാനുള്ള എനർജിക്ക് ഭക്ഷണം വേണം. ഇവിടെ കാണുന്നത് വളർച്ചയ്ക്ക് ഭക്ഷണം വേണം. അപ്പൊ 2 കാര്യങ്ങൾക്ക് നമ്മൾ ഫുഡ് കഴിക്കേണ്ടതുണ്ട്. See what this boy, this child smiling sweet. No, nutrients are necessary to acquire immunity. That's the 3rd function. So നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ന്യൂട്രിയൻസ് കിട്ടും. ആ ന്യൂട്രിയൻസ് ആണ് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കി തരുന്നത്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താ? രോഗപ്രതിരോധ ശേഷി, രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ നമ്മെ സഹായിക്കുന്നു. ഭക്ഷണത്തിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി നേടാൻ ആവശ്യമാണ്. ക്ലിയർ? ഇപ്പൊ ഈ കൊറോണയുടെ സമയമാണല്ലേ, പാൻഡമിക് പീരീഡ്. ഈ സമയത്ത് നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഈ സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുമ്പാണെങ്കിലും ഇത്തരം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക. കൊറോണയൊക്കെ ഓടിപ്പൊക്കോളും. നമ്മുടെ ബോഡി ഫിറ്റ് ആണെങ്കിൽ, നമ്മുടെ ബോഡിയിൽ ഈ ഇമ്മ്യൂണൈസേഷൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഈ രോഗമൊക്കെ നമ്മുടെ ശരീരത്തിലൊന്നും കയറില്ല കേട്ടോ. അതുകൊണ്ട് ആരും പേടിക്കണ്ട. ഇതുപോലെ നമുക്ക് ഈ ലെസണിൽ കൂടുതൽ പഠിക്കാം അതിനെ കുറിച്ച്. We need nutrients for the proper functioning of our body. That's another important function. അപ്പോൾ ന്യൂട്രിയൻസ് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നു. Then proper functioning of our bodyക്കും ന്യൂട്രിയൻസ് കൂടിയേ തീരൂ. ശരീരഭാഗങ്ങളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ ആവശ്യമാണ്. അപ്പൊ ഫുഡ് എന്തിനൊക്കെ വേണമെന്ന് നോക്കിയേ. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാൻ ഫുഡ് വേണം, നമ്മുടെ ബോഡി വളരാൻ ഫുഡ് വേണം, രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാൻ ഫുഡ് വേണം, പിന്നെ നമ്മുടെ ബോഡി പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ ഫുഡ് വേണം. ഇത്രയും കാര്യങ്ങൾക്ക് ഫുഡ് വളരെ അത്യന്താപേക്ഷിതമാണ്. നെക്സ്റ്റ് സ്ലൈഡ്. സീ ദിസ് 4 പിക്ചേഴ്സ് ഉണ്ടല്ലേ ഇതിലെ. ഈ വർഷം ഒന്ന് നോക്കിയേ. See what this grain, this plant, what's he saying? Include us in your diet. We have plenty of carbohydrates. നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുക, പാഡി എന്താ പറയണേ, എന്നെ നിങ്ങളുടെ ഫുഡില്, നിങ്ങളുടെ ഡയറ്റിൽ ഒന്ന് ഉൾപ്പെടുത്തൂ, ഞാൻ നിങ്ങൾക്ക് ആവശ്യമായ കാർബോഹൈഡ്രേറ്റ് തരാമെന്നാ പറയുന്നത്. ഓഫറാണത്. See what this fish is saying? We are full of proteins. ഞങ്ങൾ പ്രോട്ടീൻസ് തരാം എന്നാണ് ഓഫർ. വാട്ട്സ് ഹിയർ? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്താ പറയാ? We provide mineral salts and vitamins. മിനറൽ സോൾട്സും വൈറ്റമിൻസും ഞാൻ നിങ്ങൾക്ക് തരാം. Whatever oil is saying, we have a lot of fat. ഞങ്ങൾ നല്ല കൊഴുപ്പ് തരാം. നോക്കൂ, ഇവിടുന്ന് കാർബോഹൈഡ്രേറ്റ്, ഇവിടുന്ന് പ്രോട്ടീൻ, ഇവിടുന്ന് വൈറ്റമിൻ, ഇവിടുന്ന് ഫാറ്റ്. എന്റെ മലയാളം വെർഷൻ ഇവിടെ പറയാം. ഇവിടുന്ന് ധാന്യകം തരും നമ്മുടെ പാഡി. ഈ ഫിഷ് നമുക്ക് പ്രോട്ടീൻ തരും, അല്ലെങ്കിൽ മാംസ്യം. ഇവന്മാരെന്തൊക്കെ തരും നമുക്ക്? ധാതു ലവണം തരും, വിറ്റാമിനുകൾ തരും. നമ്മുടെ ഓയിൽ എന്ത് തരും? നമുക്ക് ധാരാളം കൊഴുപ്പ് തരും. അപ്പോ ഈ 4 ന്യൂട്രിയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോഷക ഘടകങ്ങളാണ്.
ഈ പിക്ചേഴ്സ് ഒന്ന് കണ്ടു നോക്കിയേ, വളരെ ഇഷ്ടം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ചുടുന്നുണ്ടാവും അല്ലേ? ഇത് മനസ്സിലായി കാണുമല്ലോ. അപ്പമുണ്ട്, ഇഡ്ഡലി ഉണ്ട്, പുട്ടുണ്ട്, ദാ നമ്മുടെ റൈസ് ഉണ്ട്, ഫുൾ മീൽ. അപ്പൊ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കേണ്ടത് എന്തിനൊക്കെയാണെന്നാണ് നമ്മൾ കാണാൻ പോവുക. നമുക്ക് എന്തായാലും ആദ്യം പറഞ്ഞ പാഡി ഒരു കാര്യം നമ്മളോട് പറഞ്ഞില്ലേ, എന്ത് തരാന്നാ പറഞ്ഞേ? കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യം തരാന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് വിശദമായിട്ട് കണ്ടു നോക്കാം. See this picture. ഈ വർഷം നമ്മൾ പല പ്രാവശ്യം ഫോട്ടോസിന്തസിസ് ഒന്നുകൂടി പഠിച്ചു അല്ലേ? എന്തൊക്കെയാ അവിടെ സംഭവിക്കുക? എങ്ങനെയാണ് ഈ പ്ലാന്റില് എന്ത് വരിക? ആവശ്യമായിട്ടുള്ള നമ്മുടെ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷക ഘടകം എങ്ങനെ ഈ ചെടിയിൽ വരുന്നു എന്ന് കാണിക്കുന്ന ഒരു പിക്ചറാണിത്. സൺലൈറ്റ് ഇവിടെ ലീഫിലൊക്കെ വരുന്നു, ലീഫിൽ വീഴുന്നു. ലീഫിൽ എന്താ സംഭവിക്കുക? നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഒത്തിരി പ്രാവശ്യം ഒത്തിരി ക്ലാസ്സുകളിൽ പഠിച്ചു. ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട് അല്ലെ? അതിന്റെ ആ പ്രോസസ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുക. കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നുണ്ട്, ക്ലോറോഫിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അവിടെ വാട്ടർ ഉണ്ടാകും, പിന്നെ ഈ സൺലൈറ്റും കൂടെ ചേർന്ന് ആരെ ഉണ്ടാക്കുന്നു? ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നു. ആ സമയത്ത് നമ്മുടെ അന്തരീക്ഷം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്ക്, എൻവയോൺമെന്റിലേക്ക് ഓക്സിജൻ റിലീസ് ആകുന്നുണ്ട് അല്ലേ? അപ്പോ ഏറ്റവും ഈ പ്ലാന്റ്സ് ഇങ്ങനെ സുപ്രധാനമായ ഒരു കർമ്മം നിർവഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ബോഡിക്ക് ലഭിക്കുക. ഓക്കെ, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇടയ്ക്ക് ഒരു പിക്ചർ ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ഗ്ലൂക്കോസ് കണ്ടോ ഇവിടെ ഉണ്ടാവുന്നു. ഈ ഗ്ലൂക്കോസ് നമ്മൾ ഈ പ്ലാന്റ് പ്രോഡക്ട്സ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്നുണ്ട്. വീണ്ടും അവിടെ ഡൈജഷൻ ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് വലിയ ക്ലാസ്സുകളിൽ വിശദമായിട്ട് പഠിക്കാം. ഇവിടെ ഒരു ടെസ്റ്റ് നടത്താനുള്ള തയ്യാറെടുപ്പാണ് ഈ നടത്തുക. ഒരു പരീക്ഷണമാണ് ഇവിടെ നടക്കാൻ പോവുക. We have learned about carbohydrate. Now we are going to do an experiment to prove the presence of carbohydrate. കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യകം ഉണ്ടോ ഇല്ലയോ എവിടെ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ. അത് തെളിയിക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. അപ്പൊ അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് മിസ് ഇവിടെ ഇപ്പൊ ഷെയർ ചെയ്യാം. ക്ലാസ്സില് നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കള് റൈസ് വാട്ടർ അഥവാ കഞ്ഞിവെള്ളം, വീറ്റ് ഫ്ലോർ അഥവാ ഗോതമ്പ് പൊടി, കോൺഫ്ലോർ, കോൺ പൗഡർ, ദെൻ പൊട്ടറ്റോ ഒരൽപ്പം പുഴുങ്ങി പൊടിച്ചത്, ദെൻ മിൽക്ക് പാല്, എഗ് വൈറ്റ്, ബോയിൽഡ് പുഴുങ്ങിയ മുട്ടയുടെ വെള്ളയുടെ ഒരു ചെറിയ പോർഷൻ, ദെൻ ടപ്പിയോക്ക കപ്പ ഒരൽപ്പം പുഴുങ്ങി പൊടിച്ചത്. ഇത്രയും ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ ഈ ഓരോ ടെസ്റ്റ് ട്യൂബുകളിലും. അവിടെ ഇതൊരു ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡാണ്. നമുക്ക് ലാബ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. ഈ ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡിലാണ് നമ്മൾ ഓരോ ടെസ്റ്റ് ട്യൂബുകളും ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഈ മെറ്റീരിയൽസ് ഇപ്പൊ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഓരോന്നിലായിട്ട് ഇട്ട് വെക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ വേണ്ടതാണ് ഈ ഒരു ഡാർക്ക് ബോട്ടിലിൽ, ഒരു ബ്രൗൺ ഷെയ്ഡഡ് ആയിട്ടുള്ള ബോട്ടിലിൽ എന്താ ഉള്ളത്? അയോഡിൻ സൊല്യൂഷൻ. അത് അധികം വെയിലത്ത് കാണിക്കാൻ പാടില്ല, അതിൽ വേറെ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ പെട്ടെന്ന് നടക്കും. അപ്പൊ അതൊരു ഡാർക്ക് ബോട്ടിലിൽ എടുക്കുന്നു അയോഡിൻ സൊല്യൂഷൻ. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ഡ്രോപ്പറാണ്. ഒരു നമ്മൾ കണ്ടു കാണും മെഡിസിൻ ഒക്കെ കുടിക്കുന്ന ഡ്രോപ്പർ പോലെ, മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മെഡിസിൻ കയറും അല്ലെങ്കിൽ വെള്ളം കയറും. ഡ്രോപ്പ് ആയിട്ട് എന്താണോ എടുക്കേണ്ടത് അതിനു വേണ്ടിയാണ് ഡ്രോപ്പർ യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ഓരോ ടെസ്റ്റ് ട്യൂബിലും നമ്മൾ ഇപ്പൊ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരല്പം എടുക്കും. അതിന്റെ ചുവട് ഭാഗത്ത് ഒരു 1/4 ഭാഗത്തോളം മെറ്റീരിയൽസ് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്താ വേണ്ടത്? We are using this dropper and taking 1 or 2 drops of iodine from this iodine bottle
and we will drop it into each test tube one after another. ഓരോ ടെസ്റ്റ് ട്യൂബിലേക്കും 1-2 തുള്ളി അയഡിൻ ഡ്രോപ്പ് വെച്ച് ഇട്ട് കൊടുക്കും. അപ്പോൾ എന്താ അതിൽ വരുന്ന കളർ ചേഞ്ച് ആണ് we have to observe. നമ്മൾ നിരീക്ഷിക്കേണ്ടത് എന്തെങ്കിലും കളർ മാറുന്നുണ്ടോ, നിറം മാറുന്നുണ്ടോ എന്നുള്ളതാണ് നിരീക്ഷിക്കേണ്ടത്. ഇപ്പൊ ടീച്ചർ ഇപ്പൊ ചെയ്ത് കാണിക്കാൻ നമുക്ക് വേറൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇപ്പൊ എന്തെങ്കിലും പറയുവാണെങ്കിൽ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം. ഡാർക്ക് ബ്ലൂ കളർ ആകുന്ന ഫുഡ് ഐറ്റംസിൽ ഒക്കെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കും. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റാർച്ച് ടെസ്റ്റ് അഥവാ അയഡിൻ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് വരേണ്ടത്. ഇതിനുള്ളിൽ നമ്മൾ എഗ് വൈറ്റ് എടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു അല്ലേ, മിൽക്ക് എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അവർക്ക് എന്ത് കളർ ആയിരിക്കാം? കോമൺലി ഡാർക്ക് ബ്ലൂ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. മിൽക്കിന് യെലോയിഷ് കളറാണ് വരിക, എഗ് വൈറ്റില് ബ്രൗൺ ഷെയ്ഡാണ് വരിക. ഈ ഡാർക്ക് ബ്ലൂ ഇവരിൽ രണ്ടുപേരിലും വരുന്നില്ല. സോ വി ക്യാൻ ഇൻഫർ ദാറ്റ് these two materials do not contain carbohydrates. അതായത് പാലിലും മുട്ടയുടെ വെള്ളയിലും നമുക്ക് കടും നീല നിറം കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ രണ്ട് ഭക്ഷ്യവസ്തുക്കളിലും കാർബോഹൈഡ്രേറ്റ് ഇല്ല, ധാന്യകം ഇല്ല. പകരം മറ്റേതോ വസ്തുവാണുള്ളത്. അത് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, അതൊരു സസ്പെൻസ് ആയിട്ട് അവിടെ നിൽക്കട്ടെ. സയൻസിന്റെ ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നതിന് അതവിടെ ഒന്ന് നിൽക്കട്ടെ, നമുക്കൊരവസരം കൂടിയുണ്ട്. ഇപ്പോൾ അയഡിൻ ടെസ്റ്റിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു തരാനേ പറ്റുന്നുള്ളൂ. നമുക്കത് കണ്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് ടീച്ചർ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് വീടുകളിൽ ഈ അയഡിൻ സൊല്യൂഷൻ എവിടെ പോയി കിട്ടും? സാധ്യതയുണ്ടോ? നമുക്ക് പകരം ഒരു വസ്തു ഉപയോഗിക്കാൻ സാധിക്കും. അയഡിൻ സൊല്യൂഷന് പകരം, അതായത് നമ്മൾ ഈ മുറിവൊക്കെ കെട്ടി വെച്ച് കെട്ടുന്നതിന് ബെറ്റാഡിൻ പല വീടുകളിലുണ്ടാവും അല്ലെ, ബെറ്റാഡിൻ. അത് വേണമെങ്കിൽ ഈ അയഡിൻ സൊല്യൂഷന് പകരം ഉപയോഗപ്പെടുത്താം. ആരും പാത്രം ഒന്നും എടുത്ത് മോശമാക്കി വെക്കരുത് കേട്ടോ വീട്ടില്. നമുക്ക് ഡിസ്പോസിബിൾ ഗ്ലാസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്തു നോക്കിയാൽ, പിന്നെ അനുവാദമുള്ള വീടുകളിൽ എന്ത് വേണേലും ചെയ്തോട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഈ ഡ്രോപ്പർ പോലുള്ള ഒരു മെറ്റീരിയൽ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ സയൻസ് കിറ്റിലേക്ക് എടുത്ത് വെക്കണം. പലരും സംശയം ചോദിക്കുന്ന എന്താ ടീച്ചറെ സയൻസ് കിറ്റിൽ വെക്കണ്ടേന്ന്. അപ്പോ ഈ ഡ്രോപ്പർ നിങ്ങൾ മെഡിസിൻ കുടിച്ചിട്ട് കളയാനൊക്കെ വെച്ചിട്ടുള്ള ഡ്രോപ്പർ വേണമെങ്കിൽ നമ്മുടെ സയൻസ് കിറ്റിലേക്ക് ഉൾപ്പെടുത്താം. അപ്പൊ അയഡിൻ ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ടെസ്റ്റ് ടു ഐഡന്റിഫൈ കാർബോഹൈഡ്രേറ്റ് ആണ്. സി, ആ എക്സ്പെരിമെന്റ് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടേബിളാണ് കേട്ടോ. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ഫുഡ് ഐറ്റം, color forms or adding iodine, then inference. ആ എക്സ്പെരിമെന്റ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ടേബിൾ ഫോം ചെയ്ത് ഇതുപോലെ എഴുതേണ്ടതുണ്ട്. മലയാളം കൂടി പറഞ്ഞേക്കാം. ഭക്ഷ്യവസ്തു, അയോഡിൻ ചേർത്തപ്പോൾ ഉള്ള നിറം, നിഗമനം. അങ്ങനെ 3 ഹെഡിങ്സ് ഉള്ള ടേബിൾ ഈ എക്സ്പെരിമെന്റിന്റെ ഉൽപ്പന്നമായിട്ട്, പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ നോട്ട്ബുക്കിൽ ഉണ്ടാവണം കേട്ടോ. സി, എന്താ ഈ അവസ്ഥ നോക്കൂ, ഈ കുട്ടിയുടെ ഹെൽത്ത് നോക്കൂ. നിങ്ങൾക്ക് സഹിക്കുന്നുണ്ടോ മക്കളെ? സങ്കടം തോന്നുന്നുണ്ടല്ലേ? എല്ലാ ബോൺസും ചാടി പുറത്തുണ്ട്, അവന്റെ വയറൊക്കെ ചാടി വെളിയിലും ഇരിക്കുന്നല്ലേ. ഓട്ട് കൈ നോക്കൂ, ഇതാണ് അവസ്ഥ. ക്വാഷിയോർക്ക് എന്തിന്റെ കുറവ് കൊണ്ടുണ്ടാവുന്നതായിരിക്കും? നോക്കൂ, ഇതാ നമ്മുടെ ശരീരത്തില് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻ, സുപ്രധാനമായിട്ട് പ്രോട്ടീൻ കുറയുന്നത് മൂലം നമുക്ക് ഈ അസുഖം പിടിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ന്യൂട്രിയനെ കുറിച്ച് അല്ലെങ്കിൽ പോഷകഘടകത്തെ കുറിച്ച് നോക്കാം. അപ്പൊ ആവശ്യത്തിനുള്ള പോഷകഘടകം ഇല്ലെങ്കിൽ വളർച്ചയൊക്കെ ഇതുപോലെ ആയിപ്പോവും. അപ്പൊ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഫുഡ് കഴിക്കുന്ന കാര്യം. പ്രോട്ടീനിലേക്ക് നമ്മൾ കടക്കുന്നു. വായിക്കേ ടേബിള്, ഫുഡ് ഐറ്റം, ദെൻ പ്രോട്ടീൻ. ഇത് ഫുഡ് ഐറ്റംസ് കോമൺ ആയിട്ട് ഇങ്ങനെ വായിക്കാം കേട്ടോ. റൈസ്, വീറ്റ്,
cashew nut, sardine, duck, duck's eggs, hen's eggs, mutton, cow's milk, green gram. പിന്നെ മലയാളം അരി, ഗോതമ്പ്, കശുവണ്ടി, മത്തി, താറാവ്, താറാവ് മുട്ട, കോഴിമുട്ട, ആട്ടിറച്ചി, പശുവിൻ പാൽ, ചെറുപയർ. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് how to do the work, how much protein is contained in each food item. എന്തുമാത്രം മാംസ്യം, പ്രോട്ടീന്റെ മലയാളമാണ് മാംസ്യം കേട്ടോ, എന്തുമാത്രം മാംസ്യം ഓരോ ഫുഡ് ഐറ്റമിലും ഉണ്ട് എന്ന് നമ്മൾ ഈ ടേബിൾ ഒന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏത് ഫുഡ് ഐറ്റം നമ്മൾ ഈ വളരുന്ന പ്രായത്തില് കൂടുതൽ കഴിക്കണം എന്നുള്ളത് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഷുഗർ ഉള്ള ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കണം. ഷുഗറിന്റെ ഡെപ്ത് കുറയ്ക്കുന്നതിന് ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് വീട്ടിലെ മുതിർന്നവർക്ക് ഈ ടേബിൾ കാണിച്ചു കൊടുക്കുക. ഇതിൽ ഏതിലാണോ പ്രോട്ടീൻ കൂടുതലുള്ളത് അത് പ്രിഫർ ചെയ്യുക കേട്ടോ. അതാ ചെറുപയർ നോക്കൂ, അതില് ആണ് ഏറ്റവും കൂടുതലായിട്ട് പ്രോട്ടീൻ കാണപ്പെടുന്നത്. അതുകൊണ്ട് പിന്നെ കശുവണ്ടിയൊക്കെ ഉണ്ട്, പക്ഷെ ഷുഗർ ഉള്ളവർ കശുവണ്ടിയൊക്കെ ഒരുപാട് കഴിച്ചാൽ നമുക്ക് പാരലായിട്ട് കൊളസ്ട്രോളും മറ്റ് ഹാർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ഫുഡുകളാണ് ഷുഗർ പേഷ്യൻസ് കഴിക്കേണ്ട. കുട്ടികൾക്ക് ഇതെല്ലാം കഴിക്കാം. മറ്റേ കാര്യങ്ങളെ കുറിച്ച് മറ്റ് മുതിർന്നവരും ചെറിയവർക്കും ഉള്ള ഫുഡ് ഐറ്റംസും ഫുഡ് ടൈപ്സ് ഒക്കെ വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊരു വർക്ക്ഷീറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് ഐറ്റംസ്, ധാന്യം ധാരാളം അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം. ഇത് നോട്ടിലേക്ക് കോപ്പി ചെയ്ത് അത് പൂർണ്ണമായിട്ടും ചെയ്യുക.